Good morning, students. Adutha university question idana. Check whether the series sigma k equal to 1 to infinity k by 2 raised to k converge or diverge. നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഫാക്ടോറിയൽ വന്നാലും അതുപോലെ പവർ ഓഫ് കെ വന്നാലും നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ റേഷ്യോ ടെസ്റ്റ് റോ കാണാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി UK plus 1 by UK. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റോ is equal to limited k tends to infinity UK plus 1. UK എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ k by 2 raised to k. UK plus 1 എന്താണ്? k plus 1 divided by 2 raised to k plus 1. ആ ഫോർമുലയിൽ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ k plus 1 divided by 2 raised to k 2 raised to k plus 1 divided by k by 2 raised to k. That is limited k tends to infinity k plus 1 by k plus 1 divided by 2 raised to k into 2. 2 raised to k plus 1 2 raised to k into 2 into 2 raised to k divided by k. താഴെയുള്ള 2 raised to k ന്യൂമറേറ്റർ പോകും, ബാക്കി താഴെ വരും. ഈ 2 raised to k 2 raised to k നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k plus 1 ന്യൂമറേറ്റർ വരും, ഡിനോമിനേറ്ററിൽ 2k. ദാറ്റ് ഈസ് റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടുന്ന് k പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k ഡിനോമിനേറ്ററിൽ 2k. ഈ k ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആവും. ബാക്കി എന്താ കിട്ടുന്നത്? 1/2 കിട്ടും. ഈ 1/2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. സിൻസ് റോ ലെസ് ദാൻ 1, the given series is converged. Given series converge ആണ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ടെസ്റ്റിന്റെ പേരാണ് റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റ് നമുക്ക് രണ്ട് കേസിൽ ഉപയോഗിക്കാം. ഫാക്ടോറിയൽ വരുമ്പോഴും പവർ ഓഫ് കെ വരുമ്പോഴും. കണ്ട താഴെയുള്ളതിന്റെ 2ന്റെ പവർ ആയിട്ട് വന്നു. അങ്ങനെയുള്ള കേസിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സീരീസിൽ k by 2 raised to k എന്നുള്ളത് UK ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. UK. അതിനുശേഷം അതിൽ നിന്ന് UK plus 1 കണ്ടുപിടിക്കണം. UK യിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? UK plus 1 കണ്ടുപിടിക്കണം. UK plus 1 എന്താണ്? ഈ കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ മതി. അപ്പൊ k plus 1 by 2 raised to k plus 1. അപ്പൊ UK plus 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റിന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity UK plus 1 by UK. ആ ഫോർമുലയിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ k plus 1 by 2 raised to k plus 1 by k by 2 raised to k. ഇനി താഴെ നമ്മൾ k plus 1 by ഈ 2 raised to k plus 1 എങ്ങനെ എഴുതാം? 2 raised to k into 2 എന്ന് എഴുതാം. ഈ 2 raised to k നമ്മൾ മുകളിലോട്ട് എഴുതി, k ഇവിടെ എഴുതി. 2 raised to k ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ k plus 1 by 2k എന്ന് വന്നു. ഇനി ന്യൂമറേറ്ററിൽ k നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k എന്ന് വരും, ഡിനോമിനേറ്ററിൽ 2k എന്ന് വരും. ഈ k കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ആൻസർ 1/2 കിട്ടി. 1/2ന്റെ ആൻസർ ഈ ലെസ് ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ പറയുന്നു ഗിവൺ സീരീസ് കൺവെർജ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്ന സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തന്നിരിക്കുന്ന സീരീസ് കൺവെർജ് ആണെന്ന് കിട്ടി. കാരണം എന്താണ്? നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റോയുടെ വാല്യൂ ലെസ് ദാൻ 1 കിട്ടി. ഗിവൺ സീരീസ് കൺവെർജ് ആണ്. ഇവിടെ നമ്മൾ 2ന്റെ പവർ ആയിട്ട് k വന്നുകൊണ്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചത്? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചത്. അപ്പൊ ഇതിന്റെ മെയ് 16 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.